ഇന്നത്തെ അറിയിപ്പുകൾ. ആധാറിലെ പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ എന്നിവയെല്ലാം ഇനി വീട്ടിലിരുന്ന് തിരുത്താം. പുതിയ സംവിധാനം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ. ആധാർ കാർഡിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇനി മുതൽ ആധാർ കാർഡ് ഉടമകൾക്ക് സ്വന്തം പേരും വിലാസവും ജനനത്തീയതിയും മൊബൈൽ നമ്പറും നേരിട്ട് ഓൺലൈനായി പരിഷ്കരിക്കാൻ കഴിയും. മുൻപ് സേവന കേന്ദ്രം സന്ദർശിക്കേണ്ടി വന്നിരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ സൗകര്യം. ഓൺലൈനായി വിവരങ്ങൾ പരിഷ്കരിക്കാൻ ചെറിയൊരു ഫീസ് മാത്രമേ ഈടാക്കുകയുള്ളൂ. ഡെമോഗ്രാഫിക് വിവരങ്ങൾക്ക് 75 ബയോമെട്രിക് അപ്ഡേറ്റിന് 125 രൂപയുമാണ് നിരക്ക്. കുട്ടികൾക്ക് ബയോമെട്രിക് അപ്ഡേറ്റുകൾ സൗജന്യമായിരിക്കും. ആധാർ വിവരങ്ങൾ തിരുത്തുമ്പോൾ നമ്മൾ നൽകുന്ന പാൻ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ ഡിജിറ്റലായി പരിശോധിച്ച് സ്ഥിരീകരിക്കും. എന്നാൽ ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ, ഫോട്ടോ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാൻ ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കേണ്ടി വരും. കൂടാതെ ഡിസംബർ 31-നകം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാത്തവർക്ക് പാൻ കാർഡ് 2026 ജനുവരി 1 മുതൽ പ്രവർത്തനരഹിതമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരതിന്റെ ഷെഡ്യൂളായി. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് പുതിയ ട്രെയിൻ ഓടുക. ട്രെയിൻ ഈ മാസം തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ചുള്ള അവധി ദിവസങ്ങളിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന മലയാളികൾക്കിത് ആശ്വാസമാകും. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരതിന്റെ ഷെഡ്യൂളായി. ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് പുലർച്ചെ 1:50 ബംഗളൂരു സിറ്റിയിലെത്തും. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന വന്ദേ ഭാരത് എറണാകുളത്ത് 1:50 എന്നാൽ സർവീസ് തുടങ്ങുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല. ഇക്കാര്യം ഉടൻ അറിയിക്കുമെന്നാണ് വിവരം. നവംബർ അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്ന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലും തിരികെ വരുമ്പോൾ കൃഷ്ണരാജപുരത്തും സ്റ്റോപ്പുകളുണ്ടായിരിക്കും. 9 മണിക്കൂർ കൊണ്ടാണ് 608 കിലോമീറ്റർ പിന്നിടുക. ഒരു എക്സിക്യൂട്ടീവ് കോച്ച് ഉൾപ്പെടെ ആകെ 8 കോച്ചുകളാണ് ട്രെയിനിലുണ്ടായിരിക്കുക. ഈ മാസം സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ ക്രിസ്മസ്, പുതുവർഷത്തിന് യാത്രാക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇത് ഗുണകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4.5 മുതൽ 6.5 രൂപ വരെ കുറച്ചു. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നായിരുന്നു.